വാവ് സൂപ്പർ. ഫോട്ടോസ് ഒക്കെ കിടുവായിട്ടുണ്ട്. റിയലി സർപ്രൈസിങ്. ഞാൻ ഇത്രയും ക്യൂട്ടാണോ എന്ന് എനിക്ക് എന്നെ ഡൗട്ട് തോന്നുന്നു. അപ്പോ ഇപ്പോഴെങ്കിലും സമ്മതിച്ചു അല്ലേ? ഭംഗിയുള്ളതിന് ഞാൻ കൂടുതൽ ഭംഗിയുള്ളതാക്കുമെന്ന്. ഓ ശരി, ഞാൻ സമ്മതിച്ചു. ഏയ് എന്തുപറ്റി? കാല് വേദനിക്കുന്നു. വെയിറ്റ് ആ കാലിങ്ങോട്ട് വെച്ചേ. എവിടെയാ? ഇവിടെയാണോ വേദന? എവിടെയാണോ? ഇവിടെ. അവിടെ അല്ല. എവിടെയാ? ആ അവിടെ തന്നെ, അവിടെ തന്നെ. അഞ്ജലി ആ ഇതാ കൊണ്ടുവരാം, ഒരു മിനിറ്റ്. അരുൺ കുളിച്ചിട്ട് റെഡി ആയിക്കോളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഷേമിംഗ് തോന്നാറില്ലേ? പിന്നെ ഇന്നലെ തലനനച്ചില്ലല്ലോ, അപ്പൊ ഇന്ന് തലനനച്ചേക്കണം. കുറഞ്ഞൊന്ന് ചോദിച്ച് നീ രക്ഷപ്പെടാനൊന്നും നോക്കണ്ട. ഞാൻ നിന്റെ കാലിൽ പിടിച്ചിട്ട് പോലും ഇങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല. കൊണ്ടുവരാം. 2 minutes. ഞാൻ നിന്നെ കുറിച്ചല്ല ചോദിച്ചത്, ഞാൻ വേറെ ആണുങ്ങളെ കുറിച്ചാ ചോദിച്ചത്. അറിയ പെണ്ണുങ്ങളുടെ കാല് പിടിക്കുന്ന സമയത്ത് ആണുങ്ങൾക്ക് ഷേമിംഗ് തോന്നാറുണ്ടോ? അങ്ങനെ കരുതേണ്ട കാര്യം എന്താ? ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ സത്യഭാമയുടെ കാലിൽ പിടിച്ചിട്ടുണ്ട്. ഞാനും അങ്ങനെ തന്നെ. ആക്ച്വലി എന്നെ പോലുള്ള ആണുങ്ങൾക്ക് നിങ്ങളുടെ കാലുകളിൽ പിടിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. എന്റെ അമ്മോ, സത്യമാണെന്ന്. നിങ്ങൾ വാശി പിടിക്കുമ്പോൾ നിങ്ങളുടെ കാലിൽ പിടിക്കുന്നു. നിങ്ങളെ സമ്മതിപ്പിക്കാൻ വേണ്ടിയും കാലിൽ പിടിക്കുന്നു. കല്യാണം കഴിഞ്ഞാണെങ്കിൽ ഭാര്യ തന്റെ വീട്ടിലേക്ക് പോവാണെന്ന് പറയുമ്പോ അപ്പോഴും കാലിൽ പിടിക്കും. കൂടുതൽ പറയുന്നത് എന്തിനാ? മറ്റേ കാര്യം തുടങ്ങുന്നത് തന്നെ കാലിൽ പിടിച്ചോണ്ടാണ്. ഞാൻ ചോദിച്ചത് ബെഡ്റൂമിൽ നടക്കുന്ന കാര്യത്തെ കുറിച്ചല്ല, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നടക്കുന്ന കാര്യത്തെ കുറിച്ചാ. എല്ലാവരുടെയും മുന്നിൽ വെച്ചാണെങ്കിൽ ആചാരം, കീഴ്വഴക്കങ്ങൾ, നാട്ടുനടപ്പ്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. തലമുറയായിട്ടുള്ള നിങ്ങളുടെ അഹങ്കാരം തല നിറച്ചു ഈഗോയാ. റൈറ്റ് ആണോ? ശരി ശരി, ലീവ് ഇറ്റ്. നമുക്ക് വേറെ ടോപ്പിക് സംസാരിക്കാം. കല്യാണത്തിന് മുൻപ് നിനക്ക് ബോയ് ഫ്രണ്ട് ഇല്ലായിരുന്നോ? ബോയ് ഫ്രണ്ട് A girl needs a boy എന്ന് മനസ്സിലാക്കും മുമ്പേ എനിക്ക് കല്യാണം കഴിഞ്ഞു. അപ്പൊ നിന്നെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ലേ? എന്നെ ടീനേജ് ഏജില് കോളേജിലെ ചെറുക്കന്മാരൊക്കെ എന്നെ വായി നോക്കണമെന്ന് മനസ്സിലാക്കിയപ്പോ എനിക്ക് നല്ല സന്തോഷം തോന്നിയിട്ടുണ്ട്. എനിക്കൊരു ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. I still remember. He's Balaji. Yeah. You know? അവൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. നിന്നെ കാണുമ്പോ വീട്ടിലെ തുളസി ചെടിയെ പോലെയും അമ്പലത്തിലെ ദേവിയെ പോലെ പരിശുദ്ധയായിട്ട് തോന്നുമെന്ന്. അവൻ സത്യം തന്നെയല്ലേ പറഞ്ഞത്? അവനെ കാണണം എനിക്കുണ്ടായിരുന്നു, പക്ഷേ ധൈര്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് എങ്ങനെയൊക്കെയോ ധൈര്യം വന്നപ്പോഴത്തേനും എന്റെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം പിന്നെന്താ, ഹസ്ബൻഡ്, മോള്, പിന്നെ ഫാമിലി, പിന്നെ അമ്പലങ്ങളും. സോ അതിനുശേഷം നിനക്കൊരിക്കലും ജോലിക്കൊന്നും പോകാൻ തോന്നിയിട്ടില്ലേ? കല്യാണത്തിന് മുമ്പ് തന്നെ എന്റെ ഹസ്ബൻഡ് ഇട്ട കണ്ടീഷൻ അതായിരുന്നു, ഞാൻ ഒരിക്കലും ജോലിക്ക് പോകരുതെന്ന്. കല്യാണത്തിന് മുൻപ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത നീ പെട്ടെന്ന് നിന്റെ ലൈഫിലേക്ക് വന്ന ആളുമായിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയത്? കോടതി വിധിയുണ്ടല്ലോ, ഇതൊന്നും തെറ്റല്ലെന്ന്. ആണുങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറഞ്ഞ പാരന്റ്സ് തന്നെ മുൻപരിചയമില്ലാത്ത ഒരാളുമായിട്ട് ഫീലിംഗ്സ് ഷെയർ ആണെന്ന് പറഞ്ഞപ്പോ ഏത് പെണ്ണാണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ആയേ തീരൂ. ലൈഫിൽ ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്നത് ബയോളജിക്കൽ നീഡ് മാത്രമല്ല, ഒരു സമയത്തും നല്ല ഫീലിംഗ്സ് ഉണ്ടാവില്ല. അരുൺ, എനിക്ക് ഹസ്ബൻഡ് ഉണ്ട്, മാത്രമല്ല ഒരു മോളുണ്ട്. നീ വന്നതുകൊണ്ട് വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ള കാര്യം തന്നെ ഞാൻ മറന്നുപോയി. ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമാണോ? ഈ പെണ്ണുങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് അവരുടെ മനസ്സിലുള്ള ഫീലിംഗ്സ് ഒക്കെ ഷെയർ ചെയ്യണമെന്ന് നല്ല താല്പര്യം ഉണ്ടാവും അരുൺ. അങ്ങനെ ഷെയർ ചെയ്താൽ മാത്രമേ അവരുടെ ഇമോഷൻസിന് കംപ്ലീറ്റ്നെസ് കിട്ടൂ. അതുകൊണ്ടാണ് നമ്മള് യാദൃശ്ചികമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ സംസാരത്തിനോട്, ഹസ്ബൻഡിനോട്, കുട്ടികളുടെ അടുത്ത്, സിബ്ലിംഗ്സിനോട് ചാറ്റ് ചെയ്തു. ഒടുവിൽ വാട്സാപ്പിൽ ക്ലോസ് ആയിട്ട് ഇടപെടുന്ന ചെറുക്കന്മാരോടാണെങ്കിലും സത്യം പറഞ്ഞ എനിക്കിതെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അത് തന്നെ, അതുകൊണ്ടാണ് ആണുങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞേ. മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഫീലിംഗ്. എന്താ ആലോചിക്കുന്നെന്ന് പറഞ്ഞേ. സൂര്യനെ പോലും എന്റെ മണ്ണിൽ നിന്ന് എത്രയോ ജന്മാന്തരങ്ങളായി നിന്റെ സൗന്ദര്യത്തിൽ ഞാൻ മഹർഷിയെ പോലെ എന്റെ തപസ്സിന് വിഘ്നമുണ്ടാകും. കാലങ്ങളോളം കാത്തുവെച്ച് എന്റെ ഉള്ളിലെ അടങ്ങാത്ത ദാഹത്തെ നിറവേറ്റാൻ ഞാനിങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ
എത്തിച്ചു തരില്ലേ? നിന്റെ കവിതകളാ എന്നെ വീഴ്ത്തിയത്. നിന്റെ ഈ സൗന്ദര്യം കാണുമ്പോൾ എന്റെ പാട്ടുകൾ കവിതയായി മാറും. നിന്നുണ്ടല്ലോ ഈ ബക്കറ്റ് എടുക്കാതെ എന്നെ പിടിച്ച് നോക്കട്ടെ. Wow, you look more sexy in back, baby. You are so hot. മൂഡ് കൂടുന്നു ഡാർലിംഗ്. Shut up, Arun. എന്താ നീ ആഗ്രഹിക്കുന്ന സുഖം നിനക്ക് വേണ്ടേ? സുഖമെന്ന് വെച്ചാൽ നീ ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഈ പരിചയം പ്രണയമായി മാറിക്കഴിഞ്ഞപ്പോ നീ നിന്നെ തന്നെ മറക്കുന്ന ഒരു പുതിയ ലോകം കണ്ടു എന്ന് പറഞ്ഞു. അഞ്ജലി, ഇപ്പൊ ലോകത്തെ തന്നെ മറക്കുന്ന രീതിയിൽ നീ സന്തോഷിക്കും. നീ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നീ എന്തായി ചെയ്യുന്നത്? ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടിട്ട് അഞ്ജലി, ഒരുപാട് വർഷമായി. അഞ്ജലി, അതുകൊണ്ടാണല്ലോ അത് ഓർമ്മപ്പെടുത്താൻ ഞാൻ വന്നിരിക്കുന്നത്. No, no, Arun. എന്നെ നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞതല്ലേ? No, Arun. പ്ലീസ് അഞ്ജലി. എന്നോട് ഫോണിലൂടെ ഒരുപാട് നേരം സംസാരിക്കുന്ന അഞ്ജലി നീ തന്നെയാണ്. ഞാൻ ആ അഞ്ജലിയെ കാണാനാ വന്നത്. എനിക്ക് ആ അഞ്ജലിയെ മാത്രം മതി. എന്താ ബിസ്ക്കറ്റാണോ? ഹേയ്, അല്ലല്ല, ചോക്ലേറ്റ്. ഓ വാവ്, എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് നിനക്കെങ്ങനെ അറിയാം? നിന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതല്ലാന്ന് എനിക്കറിയാം, പക്ഷെ ഇപ്പൊ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് ടേക്ക് ഇറ്റ്. അല്ല, അതിന് എനിക്ക് കുറച്ച് തന്നൂടെ? ഇങ്ങനെ കയ്യിൽ തരുന്നത് ശരിയല്ല കേട്ടോ. എനിക്ക് രമ്യയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. 5 വർഷത്തോളം ഞങ്ങൾ പ്രേമിച്ചു. ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്തിരുന്നത്. ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. പെട്ടെന്ന് രമ്യയ്ക്ക് ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അപ്പോഴെനിക്ക് മനസ്സിലായത് അവളുടെ യഥാർത്ഥ ക്യാരക്ടർ. ഷീസ് എ വിച്ച്. അതെ, അവൾ ബാംഗ്ലൂർ പോയതിനു ശേഷം മറ്റൊരുത്തനുമായിട്ട് അടുപ്പത്തിലായി. എപ്പോൾ കോൾ ചെയ്താലും വെയിറ്റ്, എപ്പോൾ നോക്കിയാലും ബിസി ബിസി ബിസി. എല്ലാത്തിനും എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ടേ ബ്ലഡി എക്സ്പ്ലനേഷൻസ്. അങ്ങനെ അവളോടുള്ള എന്റെ വിശ്വാസം അത് നഷ്ടമായി. അതൊക്കെ കള്ളോണെന്ന് നീ എങ്ങനെ അസ്യൂം ചെയ്തേ? എന്താന്ന് വെച്ചാ അവൾ ഒരുപാട് ചേഞ്ചസ് നിനക്ക് കിട്ടിയ നല്ലൊരു ചാൻസ് നീ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. എന്നെ അവോയ്ഡ് ചെയ്യാം. അതിനേക്കാൾ സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചുറ്റും. ഫൈനലി ആ ലൈഫ് ഒട്ടും പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് ബ്രേക്കപ്പ് ചെയ്യേണ്ടി വന്നു. നീ നിന്റെ ഭർത്താവിനോടൊപ്പം ഹാപ്പി അല്ലാതിരിക്കുന്നു. എന്നുവെച്ചാൽ ശരിയായ ദാമ്പത്യ ജീവിതത്തിൽ കുടുംബത്തിൽ അകൽച്ച ഉണ്ടാവുന്ന അവളുടെ ബിഹേവിയർ വെച്ച് പല ആളുകളും അവളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലാക്കേണ്ടി വന്നു. ഭാര്യ ഭർത്തൃ ബന്ധമെന്നത് ദാമ്പത്യത്തിൽ മാത്രമല്ല, അവൾ എനിക്ക് യോജിച്ചതല്ലെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷെ ലോകത്തുള്ള പല ആളുകളായിട്ട് ബ്രേക്കപ്പ് ചെയ്തതിന് ജീവിതത്തിൽ സ്പെസിഫിക് റീസൺ ഉണ്ടോ? അവർക്കിടയിൽ ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നത്. അവള് തെറ്റെയ്യുന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായി. അതുകൊണ്ട് ഞാൻ വിട്ടു. 2 ആണുങ്ങൾ ഒരുമിച്ച് ജീവിച്ചാൽ, 2 പെണ്ണുങ്ങൾ ഒരുമിച്ച് ജീവിച്ചാൽ, നീ ഒരു സംശയത്തിന്റെ പേരിൽ ശാരീരിക ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് താഴ്ന്ന ചിന്താഗതിയ സമൂഹത്തിന്. യഥാർത്ഥ പ്രേമത്തില് സംശയം ഉണ്ടാവില്ല, വിശ്വാസം മാത്രമേ ഉണ്ടാവൂ. എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാറില്ല, പക്ഷേ എന്നെ സംശയിക്കാറില്ല. ആഗ്രഹത്തിന്റെ പേരിൽ ഒരു നിമിഷത്തിന്റെ സുഖത്തിന് വേണ്ടി എന്റെ ജീവിതം അത് കാണിച്ചു തരാൻ എനിക്കൊരു അവസരം ഞാൻ നിന്നോട് കെഞ്ചിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നീ ലൈഫിൽ ഒന്നിനെ കുറിച്ച് ഓർത്തും സങ്കടപ്പെടില്ല. ഒരുപാട് ആളുകൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. സന്തോഷത്തോടെ ജീവിച്ചിട്ടുണ്ടാവും. അയാളുടെ കൂടെ പോയാൽ എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ടും അത് ആളുകൾ ഉപയോഗിക്കുന്നില്ലേ? നമുക്ക് എൻജോയ് ചെയ്യണമെന്ന് തോന്നുമ്പോ എൻജോയ് ചെയ്യണം. 2 കുട്ടികളുടെ അമ്മയായ ഞാൻ എന്റെ ഭർത്താവിനെ ഗുഡ് ബൈ പറഞ്ഞുള്ളത് പുറത്തുനിന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത്. എന്റെ ലൈഫ് അത്രയ്ക്ക് ബോറൊന്നുമല്ല. കമ്പാരിറ്റീവ്ലി ബെറ്റർ. പുറത്തുപോയി ജോലി ചെയ്യുന്നവർ മാത്രം ടെൻഷൻ സുന്ദരിയായ ഒരു ഗേൾഫ്രണ്ട് ഉണ്ട്. എന്റെ ലൈഫ് നല്ല. ഞാൻ ആരുടെയും ഗേൾഫ്രണ്ട് ഒന്നും ഹാപ്പി. അങ്ങനെയാണോ?
കല്യാണം അപ്പൊ കഴിഞ്ഞ നിന്റെ സമയത്തൊക്കെ ഭർത്താവിന് ഞങ്ങൾ മിഡിൽ girlfriend ക്ലാസ് ആയിരുന്നു. ഉണ്ടെങ്കിലോ? എന്റെ ഹസ്ബൻഡിന് സ്വന്തം വീട് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കും വളരെ തുച്ഛമായ ശമ്പളത്തിന്. പക്ഷേ എന്റെ ഹസ്ബൻഡ് ഒരുപാട് കഷ്ടപ്പെട്ടില്ല. എനിക്കറിയാം, ഇത്രയും വലിയ അങ്ങനെയുള്ള വീട്, ഒരാള് കാറ്, സ്വന്തം ഭാര്യയുടെ പദവി, ആഗ്രഹങ്ങൾ മനസ്സിലാക്കേണ്ടതല്ല. അന്തസ്സ്, അപ്പൊ നല്ല നല്ലവനാ. ലക്ഷറി ലൈഫ് എല്ലാം ഉണ്ട്. അങ്ങനെ ക്രൂരനൊന്നും അല്ല. ഞങ്ങളൊരു Work ഫംഗ്ഷന് busy. പോവുകയാണെങ്കിൽ നല്ല ഓഫീസില് ഐഡന്റിറ്റി അല്ലെങ്കിൽ ഉണ്ട്, വീട്ടില് റെസ്പെക്ട് തരുന്നുണ്ട്. ഓൾ ടൈം ഇതൊക്കെ എങ്ങനെയാ? ഓൾവേസ് എന്റെ husband റെസ്പോൺസിബിലിറ്റീസ്, കാരണം. ഗോൾസ്, ടെൻഷൻ. പാവം മിഡിൽ ക്ലാസ് ആയി സത്യം പറഞ്ഞാ ഒരു കഷ്ടപ്പെട്ട് 10 മിനിറ്റ് പോലും എന്നോട് പതുക്കെ പതുക്കെ സംസാരിക്കാറില്ല. മുന്നേറാൻ എനിക്ക് എത്ര ദിവസങ്ങൾ ഉറക്കം ഇളച്ചിരുന്നിട്ടുണ്ട്. ഹ്യൂമൻ ആണെന്നുള്ള കാര്യം അദ്ദേഹം ഓർത്താ എനിക്ക് മാത്രം മാത്രമേ മതി. അറിയൂ. പക്ഷെ ആണുങ്ങൾക്കാണെങ്കിൽ ഇപ്പോഴാണ് ഒരു നിലയിലെത്തിയത്. ഭർത്താവിന് വേണ്ടി അദ്ദേഹത്തെ വീട്ടിൽ തെറ്റ് അടങ്ങി പറയാനൊന്നുമില്ല. ഒതുങ്ങിയിരിക്കണം. പക്ഷേ താൻ അദ്ദേഹം എവിടെ അനുഭവിക്കുന്ന വേണമെങ്കിലും പോകാൻ കഷ്ടപ്പാടൊക്കെ അവര് വിചാരിച്ചുകൊണ്ടിരിക്കും. ഭാര്യയുടെ ആഗ്രഹങ്ങള് ഞാൻ തന്റെ നല്ല ആഗ്രഹങ്ങളാണെന്ന് happy വിചാരിച്ച് ആയിട്ടിരിക്കാൻ എനിക്കറിയാം. അതിനെല്ലാം പ്രാധാന്യം നിന്റെ മനസ്സ് കൊടുത്താൽ മുഴുവൻ ഒരാൾ അവൾക്ക് മാത്രമേ ഇഷ്ടമാണെന്നുള്ള കാര്യം അവര് അത് മനസ്സിലാക്കുന്നില്ല. നിന്റെ ഭർത്താവാണ്. അവൾക്കിപ്പോ മൂടുണ്ടോ ഇല്ലയോ, ഭർത്താവ് എന്നാള് കല്യാണം കഴിയുമ്പോൾ മുതല് നല്ല സ്നേഹത്തോടെ അവളോട് പെരുമാറുകയാണെങ്കിൽ എന്റെ ഹസ്ബൻഡ് ഭർത്താവ് നല്ല എന്താ, സ്നേഹത്തോടെയാണെന്ന് അവൾ അദ്ദേഹം മനസ്സിലാക്കിയ ജോലി ചെയ്ത് സമ്പാദിച്ച് രണ്ടുപേർക്ക് ഹാപ്പിയായിട്ട് ഒരു നോക്കണമെന്ന് നല്ല വിചാരിക്കുന്നു. അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും. He's a good father. എന്നെ ഒരിക്കലും റിലേഷൻഷിപ്പ് ഉണ്ടാവാതിരിക്കും. ഒരു വാക്കുകൊണ്ട് പോലും ഏത് നോവിച്ചിട്ടില്ല. കാര്യത്തിനും ഒരു ഭാഗ്യം നിന്റെ വേണം. ഗേൾഫ്രണ്ട് നിന്നെപ്പോലെ എന്നെ അതിസുന്ദരിയായ ഒരു സംശയിച്ചില്ലേ? ഭാര്യ അടുത്തുണ്ടായിരുന്നിട്ട് പക്ഷേ പോലും എന്റെ എപ്പോ ഒരിക്കൽ പോലും എന്നെ നോക്കിയാലും ജോലി സംശയിച്ചിട്ടില്ല. ജോലി എന്ന് പറഞ്ഞൊരു പോക്ക. എന്നിരുന്നാലും എന്താന്ന് അതുകൊണ്ടാണ് വെച്ചാ അയാൾ എനിക്ക് ശ്രദ്ധിക്കാത്ത ഈ ആഗ്രഹങ്ങളുണ്ടാവും. സൗന്ദര്യം എന്റെ സ്വന്തമാക്കാൻ എന്റെ വെച്ച് ഏജ് വന്നിരിക്കുന്നു. ഗ്രൂപ്പിലുള്ളവരൊക്കെ എന്താ? ബാറിലേക്ക് പോകും, ക്ലബിലേക്ക് നീ പോകും. എന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ അവരെ enjoy വേണ്ടിയാണോ ചെയ്യുന്നത് വന്നത്? അതെ, ഞാൻ ടിവിയിലോ സിനിമയിലോ നിന്റെ കാണും. മനോഹരമായ മനസ്സ് കണ്ടിട്ടാ വന്നത്. നിന്റെ എനിക്കും innocence അങ്ങനെയൊക്കെ കണ്ടിട്ടാ ആയാൽ വന്നത്. കൊള്ളാന്ന് തോന്നാറുണ്ട്. നിന്റെ അടുത്തുള്ള എല്ലാം എനിക്ക് നീ ഇഷ്ടമാണ്. തന്ന ടെൻഷൻ, I like കെയർ, everything in you. നിന്റെ സംസാരം, നിന്റെ And I will പ്രവൃത്തി love with you. എല്ലാം I love you, Anjali. നിന്നോട് എനിക്ക് അട്രാക്ഷൻ ഉണ്ടാക്കി. Me too. I പക്ഷേ want you. ഇത് ശരിയല്ല. I want to kiss you. തിരമാലകൾ എപ്പോഴും കരയൊന്ന് തൊടാൻ വേണ്ടി തുള്ളിക്കൊണ്ടേയിരിക്കും. പക്ഷേ കരയിലെത്തിയാലോ മണലിൽ അലിഞ്ഞു പോകും. ഒരു ഹൗസ് വൈഫിന് വീണ്ടും കള്ളം പറയാൻ കടലിലെത്തി ഇത്രയും കടലിനോട് ബുദ്ധിമുട്ടാണ്. ചേർന്നാ മാത്രമേ അതെ, അതിന് ജീവൻ കിട്ടൂ. ആണുങ്ങൾക്ക് അതുപോലെ സമ്പാദിച്ച് ഞാനും വീട്ടിൽ കൊടുക്കണം എന്നുള്ളതല്ലാതെ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ വേറെ ജീവിച്ച ഒരു പോലെ റെസ്പോൺസിബിലിറ്റീസും എനിക്കൊരു ഇല്ല. സന്തോഷം കിട്ടും. വീട്ടിലൊന്നും ആ, പറയേണ്ട സത്യം. ആവശ്യമില്ല. നിങ്ങൾ എവിടെ എനിക്കിപ്പോഴാ വേണമെങ്കിലും എന്ത് മനസ്സിലായത്. വേണമെങ്കിലും ചെയ്യാം. ചോദിച്ചാലോ, ഒരു ആണിന് 100 കൂട്ടം ജോലിയുണ്ടെന്ന് പറയാം. നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, ടു ഡു എനിത്തിങ് എവറിത്തിങ്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എത്ര പേരുടെ കൂടെ പോയി വന്നാലോ എൻഡ് ഓഫ് ദി ഡേ ഒരു ഹസ്ബൻഡ് എന്ന പോസ്റ്റ് നിങ്ങൾക്ക് സേഫ് ആയിട്ടുണ്ട്. പിന്നെ അച്ഛൻ എന്ന പോസ്റ്റ് കുട്ടികളുടെ അടുത്ത് സേഫ് ആയിരിക്കും. ഇത് മാത്രമല്ല, നിങ്ങൾ ആരും ഒന്നും പറയരുത്. വീട്ടിലെ ഡോർമാറ്റിനോട് നിങ്ങളുടെ ചെരുപ്പഴിച്ച് വന്നതുപോലെ നിങ്ങളുടെ സെക്കൻഡ് നേച്ചറിനെ വിട്ടിട്ട് അകത്തേക്ക് വന്നാൽ ഞങ്ങൾ എപ്പോഴും വരുന്നത് പോലെ ഒരു നല്ല വൈഫായിട്ട് പുറത്തേക്ക് വരണം. ഇത് യൂണിവേഴ്സിറ്റി അക്സെപ്റ്റഡ് അൺസെറ്റ് അഗ്രീഡ്. പക്ഷെ ഒരു പെണ്ണിന്റെ കാര്യത്തില് അവൾ എപ്പോഴെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവൾക്ക് എല്ലാ പോസ്റ്റും പോകും. അപ്പോൾ ഒരു ഡോർമാറ്റിന് കൊടുക്കുന്ന വില പോലും അവൾക്ക് കിട്ടില്ല. ഓൾ ഡോർസ് വിൽ ബി ക്ലോസ്ഡ് ഫോർ എവർ. അതെന്തുകൊണ്ടാ? ഇതിനെന്റെ അടുത്ത് ഒരു മറുപടിയും ഇല്ല. പക്ഷെ ഒരു കാര്യം പറയാം, നീ എന്റെ വൈഫാണെങ്കിൽ എന്നെപ്പോലെ മറ്റൊരാളുടെ കൂടെ പോയിന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. നിന്നോട് ഞാൻ ക്ഷമിക്കും, ഒരു പുതിയ ജീവിതം തരും. കണ്ടില്ലേ, നീ ഒരാണായതുകൊണ്ട് തെറ്റ് ചെയ്താല് നിന്റെ ഭാര്യ ഒരു ചോദ്യം പോലും നിന്നോട് ചോദിക്കരുത്. അതേ തെറ്റ് നിന്റെ ഭാര്യ ചെയ്താലോ നീ അവളോട് ക്ഷമിക്കും. ഹലോ, ഇതിനു മുമ്പ് നീ ഒരു കാര്യം പറഞ്ഞിരുന്നു, സുപ്രീം കോർട്ട് പോലും പെർമിഷൻ തന്നിട്ടുണ്ടെന്ന്. അതേ നിയമം എന്താ പറയുന്നറിയോ? കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിന് മറ്റൊരാളുടെ കൂടെ ഒരു അഫയർ ഉണ്ടാവുകയാണെങ്കിൽ അവളുടെ ഹസ്ബൻഡ് അതിന് കംപ്ലൈന്റ് നൽകിയാൽ തീർച്ചയായിട്ടും അവൾക്ക് ശിക്ഷ നൽകണമെന്ന്. ഇനി ഒരുപക്ഷെ അവളുടെ ഹസ്ബൻഡിന്റെ സമ്മതത്തോടു കൂടി ആ അഫയർ കണ്ടിന്യൂ ആയാൽ അത് തെറ്റല്ല, അതിന് ശിക്ഷയൊന്നും കിട്ടില്ല. ഹസ്ബൻഡിന്റെ സമ്മതമില്ലാതെ ഒരു പെണ്ണ് മറ്റൊരാളുടെ കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് തെറ്റ്. എന്നുവെച്ചാൽ വേറൊരാളുടെ കൂടെ അഫയറിലാവുന്നത് അറിഞ്ഞതിനു ശേഷവും നോ. ഹസ്ബൻഡ് സമ്മതം മൂളിയാൽ എവിടെയാ വായിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. തെറ്റല്ലാതാവോ? കണ്ണി കാണുന്ന സ്ഥലത്തേക്കൊക്കെ മനസ്സ് ചേക്കേറരുത്. അതേപോലെ അതവളുടെ വീട്ടിൽ പാലുകൊടുക്കുന്ന പശുവല്ല. ഓരോ വാക്കുകളും ഒരു വസ്തുവും മനുഷ്യനും കേൾക്കരുത്. അതവരുടെ സ്വത്തും അല്ല. ആഗ്രഹങ്ങളെ ഉള്ളിൽ ഒതുക്കുന്നതാണ് ഒരു കുടുംബിനെ, ഒരു ഭാര്യ സ്ട്രോങ് ആക്കുന്നത്. ഭർത്താവിന്റെ സ്വത്തല്ല എന്നത് ആ മഹാഭാരതത്തിൽ പോലും എഴുതിയിട്ടുണ്ട്. ഒരു പെണ്ണെന്ന് വെച്ചാ
തന്റെ സ്വന്തം എന്ന് പറയുന്നത് സമൂഹത്തിലെ ഒരു പദവിക്കും അംഗീകാരത്തിനും എന്നതല്ലാതെ അവളുടെ സ്വന്തം കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെ കുറച്ചുകൂടെ പേഴ്സണലായിട്ട് എടുക്കുകയാണെങ്കിൽ അവൾക്ക് മാത്രമാണ്. അവൾ ആരുടെയും സ്വത്തല്ല, അവൾ അവളുടേത് മാത്രമാണ്. സോറി അഞ്ജലി, വെറും പാവമായ നിന്റെ ഉള്ളില് ഇത്രമാത്രം വേദനയുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല. എനിക്കിപ്പോൾ 2 അഭിപ്രായമാണുള്ളത്. ഒന്ന് നിന്നെ വേണമെന്ന് പറയുന്നു, രണ്ടാമത്തേത് വേണ്ടാന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യം മനസ്സ് പറഞ്ഞത് എനിക്ക് തന്നൂടെ? അപ്പോ വേണ്ടാന്നുള്ളതിന് എന്താ പറയാ? നിന്നോട് വേണ്ടെന്ന് പറയുന്ന മനസ്സ് നിന്നെ ആഗ്രഹിക്കുന്നവരെയും വേണ്ടെന്ന് പറയുന്നുണ്ടോ? വീട്ടില് അടുക്കളപ്പണി ചെയ്യണമെന്ന് പറയുന്നുണ്ടോ? തുണി അലക്കി റൂം ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ പാരന്റ്സ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് പ്രോഗ്രസ് കാർഡിൽ സൈനൊക്കെ ഇട്ട് സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് പറയുന്നുണ്ടോ? അതാണ് എൻ്റെ ജീവിതം. അങ്ങനെ 14 വർഷം ജീവിച്ചു തീർത്തു. അപ്പൊ നിന്നെ തടയുന്ന മനസ്സ് നീ ആഗ്രഹിക്കുന്ന മനോഹരമായ ജീവിതത്തെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? ഓർമ്മപ്പെടുത്താറുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള മനസാക്ഷി എന്നോട് വേണ്ടെന്നാ പറയുന്നത്. എനിക്കൊരു പെൺകുട്ടിയുണ്ട്. അവളോട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ഞാൻ എങ്ങനെ പറയാ? ഞാൻ എങ്ങനെ ഫേസ് ചെയ്യാ? പെണ്ണുങ്ങളിങ്ങനെ മനസ്സുകൊണ്ട് അടിമയായി കഴിയുന്നതിൽ നിന്ന് പുറത്തു കടന്ന് അത് തെറ്റല്ലെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയ കുട്ടികളെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് മനസ്സിലാക്കാനും കഴിയും. തെറ്റ് ചെയ്തിട്ട് കുട്ടികളെ ഫേസ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിന്റെ മോളും എന്നും കൊച്ചു കുട്ടിയായിരിക്കില്ലല്ലോ. അവളും വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. അവളുടെയും കല്യാണം കഴിയും. തൻ്റെ അമ്മ ലൈഫിൽ എന്ത് പ്രോബ്ലത്തെ ഫേസ് ചെയ്തോ അതേ പ്രോബ്ലം അവളും തൻ്റെ ലൈഫിൽ ഫേസ് ചെയ്യും. അപ്പോൾ അവളും അതേപോലെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കും. അവളും തൻ്റെ പെൺകുഞ്ഞിനെ ഓർത്ത് ഭയന്നുകൊണ്ട് ജീവിക്കും. ഇതുപോലെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇറ്റ് ബിക്കം നെവർ എൻഡിങ് സർക്കിൾ. തെറ്റും ശരിയും തിരിച്ചറിയാതെ വരുമ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നറിയോ? ക്രിയേറ്റ് എ സ്മോൾ വേൾഡ്. നിന്റെ ചുറ്റും ഒരു ചെറിയ ലോകത്തെ ക്രിയേറ്റ് ചെയ്തോ. അതിൽ നീ മാത്രമായിരിക്കണം ഡിസിഷൻ മേക്കർ. നീ മാത്രമായിരിക്കണം ജഡ്ജ്. വേറെ ആർക്കും നിന്നെ ജഡ്ജ് ചെയ്യാനുള്ള അവസരം കൊടുക്കരുത്. ഡു വാട്ട് മേക്സ് യു ഹാപ്പി. അത്രയേ ഉള്ളൂ. നീ എന്തൊക്കെ പറഞ്ഞാലും എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നെ നിനക്ക് ഇഷ്ടമില്ലെന്നാണോ? ഇഷ്ടമാണ്. സത്യം പറ. സത്യമായിട്ടും എനിക്ക് നിന്നെ നല്ല ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഇഷ്ടമായത്? അങ്ങേരെ എനിക്ക് തരാത്തത് എന്തോ നീ തരുന്നുണ്ട്. എന്താ അത്? ടൈം. എവിടെയോ ദൂരത്തിരുന്നു കൊണ്ട് നീ എപ്പോഴും എന്നെക്കുറിച്ച് ആലോചിക്കുന്നു. എന്നോട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നു. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ എനിക്ക് എപ്പോഴും സന്തോഷം തോന്നുന്നുണ്ട്. അതെ, നീ എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്കും സമയം പോകുന്ന അറിയില്ല. റിയലി? വികാരം എന്ന് പറയുന്നത് ആണുങ്ങളിൽ നിന്നുണ്ടാവുന്നതല്ല. ആദ്യം പെണ്ണിൻ്റെ ഉള്ളിൽ നിന്നും മുളച്ച് അത് പെണ്ണിൻ്റെ കണ്ണിലൂടെ ആണിൻ്റെ മനസ്സിൽ തറച്ച് അത് അവൻ്റെ ഉള്ളിലെ വികാരങ്ങളെ തട്ടി ഉണർത്തും. നീ കവിയാണല്ലോ. ഇതിനെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാം. എനിക്കിതൊക്കെ അറിയാം, പക്ഷേ നിനക്കത് അറിയില്ലല്ലോ. എനിക്കും അറിയാം. എന്തറിയാവുന്ന? നിന്റെ വിശപ്പ്. ശരിക്കും? അതെ. ലഞ്ച് ടൈം ആയല്ലോ. എന്താ കഴിക്കുന്നേ? നിന്റെ സൗന്ദര്യം. അയ്യോ, നിന്റെ ഒരു കാര്യം. സത്യം, നീ എന്തുമാത്രം സുന്ദരിയാണെന്ന് നിനക്കറിയോ?